ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു റാഗി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിലൊക്കെ മുത്തശ്ശിമാർ ഉണ്ടാക്കിയെടുത്തിരുന്ന ആ ഒരു റാഗി പായസം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ റാഗി കഴിക്കാൻ ഭയങ്കര മടിയാണ്. എൻ്റെ മോനൊക്കെ റാഗിയുടെ പുട്ട് എന്ത് കൊടുത്താലും അവനത് ഇഷ്ടമേ അല്ല, അത് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ റാഗി പായസം റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 150 ഗ്രാം മമ്പയറാണ് എടുക്കുന്നത്. ഈ ഒരു മമ്പയറിനെ 1.5 കപ്പ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കാം. ഈ മമ്പയർ 2 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വേവിച്ച് കിട്ടും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള റാഗി പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. റാഗി ഉണ്ടെങ്കിൽ അതങ്ങനെ അരച്ചെടുത്താൽ മതി. റാഗി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു റാഗി പൗഡറിനെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കാം കേട്ടോ. റാഗി ഉണ്ടെങ്കിൽ അതങ്ങനെ അരച്ചെടുത്താൽ മതി. അതിൽ തവിട് കളയാതിരിക്കുക കേട്ടോ. തവിടിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് തവിടും കൂടി ചേർത്തിട്ട് വേണം ഇതിനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത്. മൊത്തം ഒരു 5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിലിങ്ങനെ കട്ട പിടിച്ചിരിക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ പയർ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ നമുക്ക് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നോക്കാം. ഇതാ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടണം. ആ ഒരു സമയം വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു റാഗി പൗഡർ ഉണ്ടല്ലോ, അതുകൂടി അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. റാഗി അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അത് അടിഭാഗത്ത് കട്ട പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈവിട്ട് പോകരുത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി വരുന്ന സമയത്ത് അതിങ്ങനെ കുറുകി വരുന്നത് കാണാം. ഏകദേശം ഈ ഒരു പരുവം ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 100 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് കൈ വിട്ട് പോകരുത്, അടിഭാഗം കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് റാഗിയുടെ കളർ ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയാണത് കാണാൻ. ശരിക്കും ഒരു ബ്രൗൺ കളർ വരുന്നതായിട്ട് കാണാൻ പറ്റും. എനിക്കിതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, തിരുവാതിരയ്ക്കൊക്കെ നമ്മൾ കൂവ വിരകുമല്ലോ, അതാണ് ഓർമ്മ വന്നിട്ടുള്ളത്. ആ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ തിളയൊക്കെ വരുന്ന സമയത്ത് വേണ്ട ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂണ് എള്ളു കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, അസുഖമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. നെയ്യില്ല എന്ന് വിചാരിച്ച് ഇതിന് ഒരു ടേസ്റ്റ് കുറവും വരുന്നില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. റാഗി ഒരുപാട് പോഷക ഗുണങ്ങൾ തരുന്നതാണ്. ദിവസവും കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ എൻ്റെ മുത്തശ്ശിയുടെ കാലഘട്ടത്തിൽ മുത്തശ്ശി ഉണ്ടാക്കിയിരുന്ന പായസമാണ്. അത് പിന്നെ അമ്മയ്ക്ക് കൈമാറി. പിന്നെ അമ്മയാണ് ഞങ്ങൾക്കിത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും തരാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി പായസമാണിത്. ഇതിനകത്ത് വേറെ ആവശ്യമില്ലാത്ത, നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും തന്നെ മിക്സ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു ചട്ടിയുടെ അടിഭാഗം ഉണ്ടല്ലോ, നല്ല ചൂടായിരിക്കും. അത് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ആ ഒരു ചട്ടിയുടെ ചൂടാറുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ റാഗി പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വെറൈറ്റി ഐറ്റംസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.